ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് വേണ്ടി വൻതോതിൽ മദ്യവും പണവും ഒഴുക്കുന്നെന്നാണ് സിപിഎമ്മിന്റെ പരാതി. വ്യവസായിയും അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധുവുമായ ബിജു രമേശിനെ ഇന്നലെ അരുവിക്കരയിൽ സിപിഎം പ്രവർത്തകർ തടഞ്ഞുവെച്ചിരുന്നു. ബിജു രമേശിന്റെ അംഗരക്ഷകൻ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും സിപിഎമ്മിന്റെ പരാതിയിൽ പറയുന്നു. എന്നാൽ ആരോപണത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രമുഖ വ്യവസായിയും അബ്കാരിയുമായ ബിജു രമേശ് പണമൊഴുക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുന്നണി നേതൃത്വവും ഉന്നയിച്ചതാണ്. ഇന്നലെ അരുവിക്കര വടക്കേ മല കോളനിയിലായി വൈകിട്ടായിരുന്നു സംഭവം. ബിജു രമേശും മറ്റു 4 പേരും അവിടെ എത്തി ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിലെത്തി പണം വിതരണം ചെയ്തുവെന്ന ആരോപണമാണ് സിപിഎം നേതൃത്വവും അവിടുത്തെ ഡിവൈഎഫ് പ്രവർത്തകരും ഉന്നയിച്ചത്. തുടർന്ന് ബിജു രമേശിനെ ഒപ്പമുള്ളവരെയും അവിടെ പ്രവർത്തകർ തടഞ്ഞുവച്ചു. പിന്നീട് അരുവിക്കര പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ സ്ക്വാഡും എത്തി പരിശോധന നടത്തിയെങ്കിലും പണം വിതരണം ചെയ്തത് കണ്ടെത്താനായില്ല. ബിജു രമേശിന്റെ വാഹനത്തിലും പണം ലഭിച്ചില്ല. പണം കൊണ്ടുവന്ന 2 പേർ ബൈക്കിൽ രക്ഷപ്പെട്ടുവെന്ന ആരോപണമാണ് പിന്നീട് സിപിഎം പ്രവർത്തകർ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ നേരത്തെ തങ്ങൾ ഉന്നയിച്ചതാണ്. വലിയ രീതിയിൽ പണം ഒഴുക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജു രമേശ് എന്ന ആരോപണം ഇന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയ് ആവർത്തിച്ചു. കഴിഞ്ഞ തവണ തന്നെ ബിജെപിയുടെ വോട്ട് വിലയ്ക്ക് വാങ്ങിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. അതിനു പുറമെയാണ് ഈ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികളിൽ പോലുള്ള സ്ഥലത്ത് പോയി ആളുകളെ പിടിച്ച് പൈസയും മദ്യവും കൊടുക്കുക എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായിരുന്നാലും തുടക്കം തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഞങ്ങളുടെ സ്ക്വാഡും പ്രവർത്തനങ്ങളും നിൽപ്പുണ്ട്. ഒരെണ്ണം കൂടി ആവർത്തിച്ചാൽ അത് വളരെ സീരിയസ് ആയി മാറും. ഇപ്പോ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിലപാടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നാൽ ആരോപണത്തോട് പ്രതികരിക്കാൻ യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തയ്യാറായില്ല. തനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല, ജോയ് തന്നെ മറുപടി പറയട്ടെ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണം. അതേക്കുറിച്ച് ഒരു കമന്റും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. ഈ ജോയിയുടെ ആരോപണം അതാണല്ലോ. ജോയിക്ക് പിന്നെ ആരോപണം പലതുണ്ടെങ്കിൽ ജോയി തന്നെ അതിന് മറുപടി പറയട്ടെ. പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബിജു രമേശിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി, തോക്കെടുത്ത് വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന സിപിഎം പ്രവർത്തകരുടെ പരാതിയുണ്ട്. സിപിഎം പ്രവർത്തകരുടെ പരാതിയിൽ അരുവിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിജു രമേശിനെ തടഞ്ഞുവച്ചു എന്ന വകുപ്പുകൾ ഇട്ടുകൊണ്ട് സിപിഎം പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആറ്റിങ്ങലിൽ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ പ്രചരണരംഗത്തേക്ക് വരികയാണ്. വലിയ രീതിയിൽ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ പണമൊഴുക്കുന്നുവെന്ന് ബിജെപി സ്ഥാനാർത്ഥി നേരത്തെ ആരോപിച്ചതാണ്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഓരോ ദിവസവും ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ ചൂടുപിടിപ്പിക്കുകയാണ്.